PL22 നോക്കിയിട്ട് കാര്യമില്ല കേൾക്കാ, നോക്കിയിട്ട് കാര്യമില്ല നമുക്ക്. കുറച്ച് ഡിലേ ഉണ്ട് 10 സെക്കൻഡ്. 10 സെക്കൻഡ് ഡിലേ ഉണ്ടായിരുന്നല്ലേ? കണ്ണാപ്പി ഇപ്പുറത്തെ ഒന്ന് ഇവിടെ തറയിൽ ഇരുന്നോളാൻ പറ. കണ്ണാപ്പി ഇപ്പുറത്ത് നിർത്താൻ. എന്താടാ പോയപ്പുറത്ത് പോയില്ലേ? ഗാർഡിയനും വാൻഡലും ഒക്കെ അങ്ങ് വാലറന്റിൽ വന്ന് നിക്കണം. എടാ റേഡിയോയിൽ എന്റെ ഇത് ക്ലിയർ ആണോ? എടാ നമ്മുടെ ആരെങ്കിലും ഡൗണേ കിടക്കുവാണോ? We are welcoming Skydance to TV എന്ന്. ഗ്യാങ് അടച്ച് പൂട്ടി പോണതല്ലേ അതിന് നല്ലത്. Skydance to TV. അപ്പോ ഇന്നലത്തെ എന്റെ ലൈവ് കണ്ടവർക്ക് കുറച്ചു പേർക്ക് കാര്യങ്ങൾ മനസ്സിലാവും. ഇന്നലെ ലൈവിൽ പറഞ്ഞായിരുന്നു ഞാനൊരു കള്ളനാ, ഇടയ്ക്ക് കള്ളത്തിലൊക്കെ പറയും, ഞാൻ ഇടയ്ക്ക് ലൈവൊക്കെ വരുത്തില്ല, ഒരു ഫുൾ ലൈവ് ഇടാന്ന് പറഞ്ഞാൽ ലൈവ് എടുത്തില്ല, അങ്ങനെ ഇത് ഇന്നലെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഞാൻ ഇന്ന് 2 റിക്രൂട്ട്മെന്റോടൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ എന്റെ കൈ തട്ടി 2 വന്നതാണ്. ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളത്, നമുക്ക് ഒരു സ്ലോട്ടേ ഉള്ളൂ ഇന്ന്, ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളൂ, ഒരാളെ വരുന്നുള്ളൂ, 2 പേരില്ല. ആ ഇമോജി 2 വന്നതാണ്, മനസ്സിലായോ? അത് ഞാൻ ഡ്രൈവ് ചെയ്തോണ്ട് ഇട്ടാ നോക്കിയവരോട്, ഞാൻ അറിയാതെ ഇട്ട് പോയതാ. ഡ്രൈവ് ചെയ്തിട്ട് തിരിച്ചിവിടെ വന്നപ്പോഴത്തേക്കിനും അത് 2 റിക്രൂട്ട്മെന്റ് പോലെയായി. ഞങ്ങൾ പുറത്തുനിന്ന് റെക്കോർഡ് ചെയ്യാൻ പോയതാണ്, എന്റെ കൈ തട്ടി വീണതാ കൈ, സത്യമായിട്ടും. ഒരു റിക്രൂട്ട്മെന്റേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും കേൾക്കാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് പലർക്കും സാറ്റലൈറ്റ് വഴി ഇൻഫർമേഷൻ കിട്ടിയത് നമ്മൾ ഇന്ന്. എടാ അവിടെ പാട്ട് കണ്ടിട്ടിരിക്കുവാണോ? അപ്പോൾ എൻ്റെ കൈ തട്ടി ആണ് ശരിക്കും പറഞ്ഞാൽ പുറം ലോകത്തെ ആൾക്കാർക്ക് ഒരു തെറ്റിദ്ധാരണ ഉണ്ട്, നമുക്കിന്ന് 2 പേര് നമ്മുടെ കുടുംബത്തിലോട്ട് വരുന്നുണ്ടെന്ന്. ഇതാരാ വണ്ടിയിലൊക്കെ വന്ന് ഇറങ്ങണേ? നിന്റെ ബർത്ത്ഡേ ആണോ? ഹാപ്പി ബർത്ത്ഡേ മുച്ചിരി. അപ്പൊ വെളിയിലത്തെ ഒരു സാറ്റലൈറ്റ് ഇൻഫർമേഷൻ വെച്ചിട്ട് എല്ലാരും 2 പേര് വരുന്നുണ്ടെന്നാണ് പ്രതീക്ഷിച്ചിരിക്കുന്നത്. പക്ഷെ 2 പേരില്ല, ഒരാളാണ് വരുന്നത്, ഒരാളെ വരുന്നുള്ളൂ. അപ്പൊ കറന്റ്ലി നമുക്ക് 35 സ്ലോട്ട് ഫില്ലാണെങ്കിൽ പോലും സിറ്റിയിലെ സിറ്റുവേഷൻസിന് ഒരു ഇനിഷ്യൽ സിറ്റുവേഷൻ ഇതുവരെ 30-35 പേരെ വരുന്നത് ഞാൻ കണ്ടിട്ടില്ല. സോ നിങ്ങളിപ്പോൾ നിൽക്കുന്ന സ്ലോട്ട് നിങ്ങൾക്ക് ഇനി തൊട്ട് ഒരു കോമ്പറ്റീഷൻ ആയിരിക്കും. നിങ്ങളുടെ ആക്ടിവിറ്റി നിങ്ങളുടെ സാധനങ്ങൾ അനുസരിച്ച് മാത്രമായിരിക്കും ഇനി തൊട്ട് നിങ്ങൾ മെയിൻ സ്ലോട്ടിൽ വീക്ക്ലി ഉണ്ടാവുമോ എന്നുള്ള കാര്യം തീരുമാനിക്കുന്നത്. സോ അപ്പം നിങ്ങളുടെ ആക്ടിവിറ്റി നിങ്ങളുടെ ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഇനി തൊട്ട് വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ നമ്മുടെ PvP സൈഡ് കുറച്ചും കൂടി സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരാളെ കൂടി ഗ്യാങ്ങിലേക്ക് കൊണ്ടുവരുവാണ്. ആൻഡ് ഒരുപാട് നാളായിട്ട് നമ്മുടെ ഗ്യാങ്ങിൽ നമ്മളെ റെപ്രസെന്റ് ചെയ്ത് കളിക്കണം എന്ന് ആഗ്രഹമുണ്ടായിരുന്ന ഒരു പ്ലെയർ കൂടിയാണ്. വി ആർ വെൽക്കമിങ് T47 നീൽ ടു TVA as TVA നീൽ. വെൽക്കം ടു TVA നീലെ പോലെ വാ, കേറി വാ. ഹലോ നീലേ, കേക്കാവോ? കേക്കാം. അയ്യോ ഇവിടെ ചടങ്ങുണ്ട് വന്നിറങ്ങിയ വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. ആദ്യമേ കാല് തൊട്ട് അനുഗ്രഹം വാങ്ങണം. ചുമ്മാ അങ്ങനൊന്നുമില്ല നീലേടാ, പോപ്പാ. അപ്പൊ നീലേടാ വെൽക്കം ടു TVA. നിനക്ക് എന്തെങ്കിലും പറയണ്ടേ പറയാം. അങ്ങനൊന്നുമില്ല, എന്നാലേ വേണം വന്നല്ലേ നീ എന്തേലും ഒന്ന് പറ. അങ്ങനെ സംസാരിക്കാറില്ല. അങ്ങനെ പറയുന്നത് അവൻ അടി മാത്രമേ ഉള്ളൂ.
അല്ല എന്ത് പറയണമെന്ന് അങ്ങനെ പറഞ്ഞ അറിയത്തില്ല. എങ്ങനെ വാസുവിന്റെ ശരിയാവുന്നേ? നീ വാറിലൊന്നും അങ്ങനെ കുണക്കാറൊന്നുമില്ല. നമ്മള് ടീപ്പോട്ടിന്നായിട്ട് സിറ്റുവേഷൻ ആകുമ്പോൾ നിന്നെ അങ്ങനെ കണ്ടിട്ടില്ലല്ലോ. അല്ല ഇങ്ങോട്ട് ഉണച്ചാലും ഉണക്കും. അമ്മ കേട്ടാ കേട്ടെ ഈ ശബ്ദം എവിടെയോ ഏയ് ഇല്ല ഞാൻ കൊടുത്തിട്ടില്ല. എന്നാലും ഇല്ലേ വാസുവിന്റെ അടുക്ക വന്നിട്ട് എന്തോന്ന് പറഞ്ഞിട്ടോ തോന്നല്ലേ ബാബാ? ഇല്ലേ അതെ എന്തോന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ഓർമ്മയില്ല. ഓർമ്മയില്ലല്ലേ? നിന്റെ മുഖം ഒന്ന് കാണിക്കാൻ പറഞ്ഞു ഞാൻ. പറഞ്ഞേ ഇല്ല ഇത് പുതിയ മുഖമാണ്. അല്ല ഓ അപ്പൊ നീ മുഖം വരെ മാറ്റിട്ടാ വന്നേക്കുന്നല്ലേ? വാസുവിനെ കേറുന്നതിന് പിന്നെ കള്ളം. അതെ സത്യം. അപ്പൊ ഇനി തൊട്ട് ഇതിന്റെ കൂട്ടത്തിലുള്ള മെമ്പേഴ്സ് ഇവരൊക്കെ ആയിരിക്കും. സോ ഞാൻ നിന്റെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യുന്നത് ലൈക്ക് ഒരു ബ്രദർഹുഡ് ഇവരായിട്ടൊക്കെ ബിൽഡ് ചെയ്യണം. എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമ്മളൊക്കെ മുന്നിലുണ്ടാവും. നിങ്ങൾക്ക് എന്ത് വേണേലും ഇവിടെ വന്ന് നമ്മുടെ അടുത്ത് പറയാം. സോ വെൽക്കം ഒഫീഷ്യലി വി ആർ വെൽക്കമിങ് ടു TV എടാ. വാ. താങ്ക് യു. വെൽക്കം അങ്ങനെ നേരെ ക്രോസ് ചെയ്ത് നേരെ വാസുമോനാണ്. ക്രോസ് നീല നെക്സ്റ്റ് നീല വാട്സ്ആപ്പ് ഇട്ടില്ലല്ലേ? വെൽക്കം ടു TVA. ഒരു കാര്യം പറയണ്ടല്ലോ. പറടാ മോനെ ഈ വേദന എടുക്കണം, അടിച്ചിരിക്കണം. ദാരിദ്ര്യം ഷെയ്ക്കിനോ കഴിച്ചു കൊടുക്ക. എന്താ ഉണ്ടോ ഇവിടെ? ഇനി ഞാൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. ഇനി എനിക്കൊരു കാര്യം പറയാനുണ്ട്. നീൽ എന്ന് പറയണത് ഞങ്ങളുടെ ക്ലാനിലുണ്ടായിരുന്ന ഒരു മെമ്പറാണ്. പബ്ജി മൊബൈൽ തൊട്ടെ മാഴ്സിലുണ്ടായിരുന്ന മെമ്പറാണ്. രഞ്ജു ചേട്ടന്റെ ക്ലാനിൽ. രഞ്ജു ചേട്ടനെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. രഞ്ജു ചേട്ടന്റെ ക്ലാനിലുണ്ടായിരുന്ന മെമ്പറാണ് നീല്. സോ അവന് കുറെ നാളായിട്ട് TV കയറണം. അതായത് ഒരുപാട് നാൾക്ക് മുമ്പേ എൻ്റെ അടുത്ത് ഓൾറെഡി പറഞ്ഞിരുന്ന ഒരു കാര്യം നമ്മൾ കൺസിഡർ ചെയ്യാൻ വെച്ചിരുന്ന ഒരു പ്ലെയറോടാണ്. ഇപ്പൊ ഞാൻ നിങ്ങളടുത്തൊക്കെ പറഞ്ഞില്ലേ, ഞാൻ ഓഫ്ലൈനിൽ MRCക്ക് ഒരു വെൽവിഷറും ഒരു സപ്പോർട്ടും ആയിട്ട് നിന്ന സമയത്ത് ഞാൻ MRCക്ക് വേണ്ടി റെക്കമെൻഡ് ചെയ്ത പ്ലെയർ ആയിരുന്നു നീല്. ഷെയ്ക്കിനോടും മാക്കിനോടും ഞാൻ റെക്കമെൻഡ് ചെയ്ത് വെച്ചിരുന്ന പ്ലെയർ ആണ് നീല്. നിങ്ങളെടുത്തോ, നല്ല പ്ലെയർ ആണ്. വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്. ഇപ്പം നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളതിൽ വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലെയർ ആണ്. നിങ്ങൾക്ക് നീലിനോട് സംസാരിച്ചിട്ട് നിനക്ക് അവന് താല്പര്യം ഉണ്ട് ഇതാക്കാന്ന്. അപ്പോൾ ഒരു 1 വീക്ക് മുമ്പ് MRCയിലോട്ട് റെക്കമെൻഡ് ചെയ്തതിന് അവൻ എൻ്റെ അടുത്ത് താങ്ക് യു ഒക്കെ പറഞ്ഞായിരുന്നു. അവർ കോൺടാക്ട് ചെയ്തായിരുന്നു അവനെ എടുക്കാൻ. പക്ഷെ അവനവിടെ കയറാനുള്ള താല്പര്യം ഉണ്ടായില്ല പല കാരണങ്ങൾ കൊണ്ട്. കാരണം അവിടുന്ന് വന്ന മെസ്സേജുകളൊക്കെ ഞാൻ കണ്ടായിരുന്നു. നിനക്ക് എന്തുകൊണ്ടും TV-യിൽ കയറുന്നതിനേക്കാളും അല്ലെങ്കിൽ അതിനേക്കാളും വലിയ ബെനിഫിറ്റ്സും ഇതെല്ലാം ഇവിടെ കയറുന്നതാണ് എന്നൊക്കെ പറഞ്ഞ് കുറേ വട്ടം ഇമ്പ്രസ് ചെയ്യാൻ നോക്കി പയ്യന്. ഞാൻ പറഞ്ഞില്ലേ അന്ന് എനിക്ക് അങ്ങനെ എന്തെങ്കിലും ഈഗോയോ അങ്ങനെ ഒരു വേറൊരു ടീം വളരുന്നതിന് എന്തെങ്കിലും പ്രശ്നമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇത്രയും നല്ലൊരു പ്ലെയറിനെ ഞാൻ വേറൊരു ഗ്യാങ്ങിന് വിട്ടുകൊടുക്കത്തില്ലായിരുന്നു. ഞാൻ അവർക്ക് വേണ്ടി ഓഫ്ലൈനിൽ ഇരുന്ന് സംസാരിച്ചിട്ടുണ്ടെന്ന് പലവട്ടം നിങ്ങളോട് പറയുമ്പോഴും എന്നെ കളിയാക്കിയും ചിരിച്ചും അബ്യൂസ് ചെയ്തും പറഞ്ഞ ആൾക്കാരുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇതിനൊക്കെ ആൾക്കാർ ഒരു സമയമാകുമ്പോൾ എല്ലാവർക്കും കാര്യങ്ങൾ ഏകദേശം മനസ്സിലാവും. അപ്പോൾ ഇവനെ ഞാനാണ് അവിടോട്ട് റെക്കമെൻഡ് ചെയ്ത് ഇതാക്കിയത്. അപ്പോൾ അവന് അവിടെ അവൻ്റെ എന്തൊക്കെയോ കാര്യങ്ങൾ കൊണ്ട് അവനവിടെ കയറിയില്ല. അവന് ഇവിടെ തന്നെ കളിക്കണം, ഇവിടെ കളിക്കണം, എന്തെങ്കിലും ഒരു ചാൻസ് ഉണ്ടെങ്കിൽ പറയണം എന്നുള്ളൊരു കാര്യം അവൻ പറഞ്ഞായിരുന്നു. സോ അതുകൊണ്ട് അവന് അവിടെ കളിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞപ്പോഴും നമുക്കൊരാളെ നമ്മൾ കൺസിഡർ ചെയ്യാം എന്നുള്ളൊരു രീതിയിൽ ഈ ഒരു സാധനം നമ്മൾ ഈ ഒരു റിക്രൂട്ട്മെന്റ് ഇപ്പോൾ കറണ്ട്ലി ചെയ്യുന്നത്. ആൻഡ് ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു കുറച്ച് നാൾക്ക് മുമ്പേ കൺസിഡർ ചെയ്യണം എന്ന് വിചാരിച്ചിരുന്ന ഒരു കാര്യമായിരുന്നു. ഈ ഒരു റൈറ്റ് ടൈം വന്നത് ഇപ്പോഴാണ്. സോ അപ്പോൾ പബ്ജിയിൽ നീലോപ്പിന്ന് തന്നെയാണെന്ന് തോന്നുന്നു. അവൻ്റെ മാഴ്സ് കളിച്ചോണ്ടിരുന്നത് രഞ്ജു ചേട്ടൻ്റെ ക്ലാനിൽ പർച്ചേസ് ചെയ്തത്. പിന്നല്ലേ അവരെ പർച്ചേസ് ചെയ്താവുന്നില്ലേ അവര് നാളെ എല്ലാവരും കത്തിപ്പോയി. ഏതോ ഇമോട്ടിട്ട് മൊത്തം കത്തിപ്പോയേട്ടാ.
അൺഎക്സ്പെക്ടഡ് ബട്ട് PvP. നീല് ശരിക്കും നിങ്ങൾക്ക് അറിയാവുന്നവർക്കൊക്കെ അവന്റെ ചാനലെടുത്ത് അവന്റെ മോണ്ടേജസ് ഒക്കെ നോക്കിയാൽ മനസ്സിലാവും. നല്ല പ്ലെയർ ആണ്, നല്ല സെൻസിബിൾ ആയിട്ടും ഇതായിട്ടൊക്കെ കളിക്കുന്ന നല്ല പ്ലെയർ ആണ്. പറടാ. കത്തിപ്പോയല്ലേ? വെരി ഗുഡ്. ഞാനൊക്കെ ഒരു അണ്ണാ പിന്നെ അമ്പത്തൂര് വെളുക്കം പോലും പറഞ്ഞില്ല കേട്ടോ സ്ലോട്ട് പോയി അടിച്ച്. അമ്പത്തൂര് ഒരു വെളുക്കം പോലും പറഞ്ഞില്ല സ്ലോട്ട് പോയി അടിച്ച്. എന്താടാ വിടാതിരിക്കുന്നുണ്ട് അവൻ കയറുമ്പോഴൊന്നും മിണ്ടുന്നില്ല. ഇല്ല ഞാൻ ഈ വീക്ക് നീലിനെ സ്ലോട്ടിൽ ഇടുന്നത് ഞാൻ നിന്നെ മാറ്റിയിട്ടാണ്. അത് അമ്പത്തൂരിന്റെ അടുത്ത് പറച്ചില്ലായിട്ടിരിക്കാൻ പറ. അവന്റെ വാടത് തമാശല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞു. അതെങ്ങനെ മാറ്റില്ലേടാ അണ്ണൻ എന്നെ എങ്ങനെയാ മാറ്റാൻ തോന്നുന്നത്? എടാ ഇന്ന് എന്തൊരു ആഴ്ചയായിരുന്നു കണ്ട ഞാനത് സിറ്റിസ്രാമ കാത്തിരിക്കുന്ന പലരും ഉണ്ട്. കേട്ടില്ല. ഞാൻ സിറ്റിസ്രാമ കാത്തിരിക്കുന്ന പലരും ഉണ്ട്, എന്നെ കൊണ്ടുപോകണ്ട. എടാ ഞാനൊരു കാര്യം പറയട്ടെ, നീ ഒരു സിറ്റിസൺ ആയാലും നിന്നെ സിറ്റിസൺ ആയിട്ട് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ നമ്മളൊരു ഗ്യാങ് സസ്പെൻഷൻ അങ്ങ് മേടിക്കും. എന്നിട്ട് ഈ സിറ്റിസൺ ആയിട്ട് കൊണ്ടുപോയില്ലേ അവന്മാരെ നമ്മളങ്ങ് പൊസക്കും എടുത്തിട്ട്, മനസ്സിലായ? എന്നൊക്കെ നീ വിചാരിക്കും. പക്ഷെ നിന്നെ പോലെ ഒരു മൊണ്ണയ്ക്ക് വേണ്ടി എന്റെ ഗ്യാങ്സിലോട്ട് നശിപ്പിക്കണം. ആ അമ്പത്തൂരല്ല, നിന്റെയാണ് ഞാൻ മാറ്റണേ. ജനത ഫുള്ളി. എടാ ഒരു ഇതാരാടാ ഇങ്ങോട്ട് ഇട്ടത്? എക്സ്പ്ലനേഷൻ വീഡിയോ വരുമ്പോ ഒന്ന് പറയണേ, എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. കാരണം ഇത് ഞങ്ങൾക്ക് ഇതിന്റെ കാര്യം ഒന്ന് അറിയണം. ഈ വെളിയിലത്തെ അബ്യൂസ് ചെയ്തവനെ ഇത് MRP പുറത്താക്കി കഴിഞ്ഞതിനുള്ള ശേഷം കാര്യം പറയുവാണേ. ഈ പുറത്താക്കി കഴിഞ്ഞതിന് ശേഷം ഈ POVയില് പുറത്ത് കാണിക്കാത്ത വേറൊരു ക്ലിപ്പ് ഉണ്ട്. ഞാനത് പുറത്ത് കാണിച്ചിട്ട് ഞാൻ അലീനെ കൊണ്ട് റിയൽ ലൈഫിൽ ഞാനൊരു കേസ് ഫയൽ ചെയ്യിപ്പിക്കും. അതിന്റെ എക്സ്പ്ലനേഷൻ എനിക്കൊന്ന് അറിയണം. എനിക്ക് അതിനകത്ത് എന്തെങ്കിലും സത്യം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം എനിക്ക് ജസ്റ്റ് ഒന്ന് അറിയണം. നമ്മളിത് കുറച്ച് നാൾക്ക് മുമ്പ് തൊട്ടേ നമ്മളിത് മിണ്ടാതിരുന്ന് പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. ഇതിന്റെ എക്സ്പ്ലനേഷൻ ലൈവ് എന്താണെന്ന് അറിയണം. ഇത് സർക്കാസം ആണോ ഇതാണോ? എക്സ്പ്ലനേഷൻ ലൈവ് വരുമ്പോൾ നിങ്ങൾ എന്റെ അടുത്ത് ഒന്ന് പറയണം. എനിക്ക് ജസ്റ്റ് ഒന്ന് കാണണം. കുറെ നാളായി ഒന്നും ചെയ്യാത്ത പാവ അലീനെ പിടിച്ച് നമ്മുടെ ഈ സിറ്റുവേഷനിൽ റാങ്ക് ചെയ്ത് ഇതാക്കണം. കുറച്ച് ദിവസങ്ങൾ எனக்கு நீ மலையாளத்திலேயே സംസാരിക്ക அதுதான் எனக்கு வேணும். എടാ അവനെന്തി അവനെ കൊണ്ടുവന്നോ? ഓ ഇതാണല്ലേ അവൻ. വെൽക്കം. എടാ നിനക്ക് തമിഴ് അറിയാവോ? മനസ്സിലാവും. സംസാരിക്കുമ്പോ കുറച്ച് പാടാണ്. ഓസിയിൽ നിന്റെ സ്ഥലം എവിടാ ശരിക്കും? ഹലോ ഒന്നും കേക്കുന്നില്ല. ഓസിയിൽ നിന്റെ സ്ഥലം എവിടാ ശരിക്കും? ഹലോ കേക്കാവോ? എടാ അത് ഇങ്ങോട്ട് വാ. കൊളീഷൻ ഉണ്ട് അവിടെ കൊളീഷൻ ഉണ്ട്. വാ എടാ ഓസിയിൽ നിന്റെ സ്ഥലം എവിടെ ശരിക്കും? എന്റെ വർക്കലാണ്. നീ തുടക്കം വന്നപ്പോ നിന്റെ സ്ലാങ്ങില് കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളുടെയും ഇത് ഇടയ്ക്കിടയ്ക്ക് ഓരോ വാക്കുകൾ വന്നു കേട്ടാ. അത് എന്താ പേരിടല്ലോ? ട്രിവാൻഡ്രം